ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടു നടക്കൽ എളുപ്പമല്ല അല്ലേ? നമ്മൾ ഒരു അടുക്കും ചിട്ടയായിട്ട് കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എളുപ്പമല്ല, ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. അതുപോലെ നമുക്ക് വീട്ടിൽ അംഗസംഖ്യ കൂടുതലുണ്ടെങ്കിലും അതുപോലെ കുട്ടികളുണ്ടെങ്കിലും ഒക്കെ അത്യാവശ്യം പണികളുണ്ടാവും, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്ക് അലസത ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അലസത ഒരു മനുഷ്യനെ എത്രമാത്രം നശിപ്പിക്കും എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അലസത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം, വീട്ടിലത്തെ ഒരു കാര്യം അടുക്കും ചിട്ടയോ അല്ലെങ്കിൽ ആഹാര കാര്യത്തിലായിക്കോട്ടെ, ഒന്നിലും നമുക്ക് ചിട്ടകൾ ഉണ്ടാവില്ല അല്ലേ? അപ്പം അത് നമുക്ക് അലസത കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ മടിയോട് കൂടിയിട്ട് നീക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാലോ, രാവിലെ നമ്മൾ നീക്കുമ്പോൾ തന്നെ അയ്യോ വയ്യ, ഇനി ഇതൊക്കെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് അങ്ങനെ തന്നെയാണ്. അത് ഉഷാറുണ്ടാവില്ല, ഒരു ഉന്മേഷം ഇല്ലാതെ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യണമെന്നുള്ള പോലെ തന്നെ ചെയ്യുള്ളൂ അല്ലേ? നേരെ തിരിച്ച് ഇതെല്ലാം നമുക്ക് ചെയ്യണം എന്ന് നമ്മൾ ഒരു നല്ലൊരു മൈൻഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അത് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളത് അങ്ങനെ ചെയ്താൽ തന്നെ പറ്റുള്ളൂ, ചെയ്യാതെ ഇരുന്നത് കൊണ്ട് കാര്യങ്ങളില്ല കേട്ടോ. കാരണം അലസതയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഒരു വീട് അടുക്കും ചിട്ടയായിട്ടും അതുപോലെ വീട് നമ്മൾക്ക് നന്നായി കൊണ്ടുപോകുന്നതിനും ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ആ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെ ചിന്തിച്ചാൽ തന്നെയാണ് ആ ഒരു വീട് നന്നായി കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ കേട്ടോ. അടുക്കും ചിട്ടയായിക്കോട്ടെ, അതുപോലെ വീട്ടിലെ പണികളായിക്കോട്ടെ, എല്ലാം ഒരാൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുക. അടുക്കും ചിട്ടയാക്കിയിട്ട് സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുക, കണ്ടതും എല്ലാം ഒപ്പം അടുക്കി പെറുക്കി വെച്ചു, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ വേറൊരാൾ വന്നിട്ട് അത്, അല്ലെങ്കിൽ കുട്ടികൾ വന്നിട്ട് വലിച്ചിടും. കുട്ടികളുള്ള വീടച്ച അങ്ങനെയാണല്ലോ അല്ലേ? കുട്ടികൾ വന്നിട്ട് വലിച്ചിടും. അപ്പോൾ കുട്ടികൾ വന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ ആകെ മൊത്തം അങ്ങനെ വീട്ടിലൊക്കെ പരന്ന് കിടക്കും. അപ്പോൾ അത് ഒരാൾ മാത്രം അടുക്കി വെക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും ശ്രദ്ധിച്ചാൽ തന്നെയാണ് വീട് വൃത്തിയായിട്ടിരിക്കാനായിട്ട് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അലസത ഇല്ലാതെ കാര്യങ്ങൾ ചെയ്താൽ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് വെറുതെ ഇരിക്കാം എന്നല്ല ഞാൻ പറയുന്നത്. വെറുതെ ഇരിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് ആരാ വരണത്, ആരാ പോണത്, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ എന്താ നടക്കണത് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിലെ പണികൾ വേഗം പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായ കാര്യങ്ങളും, അതായത് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൗന്ദര്യമാണെങ്കിലും നമ്മുടെ മുടിയാണെങ്കിലും നമ്മുടെ ശരീരം സ്കിന്നാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സമയം കണ്ടെത്താനായിട്ട് കഴിയും. പക്ഷേ വീട്ടിൽ പ്രായമായവരും അതുപോലെ അംഗസംഖ്യ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ദിവസം നമ്മൾ ഓരോ റൂം വൃത്തിയാക്കി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ, അതായത് ഒന്നിച്ചൊരു വീട് മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ആക്കുന്നതിനേക്കാളും ഓരോ ദിവസം ഓരോ റൂം ക്ലീൻ ആക്കി വരികയാണെന്നുണ്ടെങ്കിൽ അധികം നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഇതിനെല്ലാം നമുക്ക് ആവശ്യം എന്താ? നമുക്ക് അലസത അല്ലെങ്കിൽ മടി ഇല്ലാതിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. മടി ഉണ്ടായി കഴിഞ്ഞാൽ പോയി കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ അയ്യോ ഇനിയിപ്പോൾ ഇത് ചെയ്യേണ്ട അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ചിന്തിച്ച് വന്നാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ ചെയ്യണം, ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ നല്ല ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിനും സന്തോഷം, നമ്മുടെ ശരീരത്തിനും ആയാസം കിട്ടും. നമുക്ക് പണികൾ ചെയ്ത ആ ഒരു സംതൃപ്തി വേറെ കിട്ടും ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ചിലവരെ കാണാം രാവിലെ എഴുന്നേറ്റ് വരും, കുറേ സമയം വെറുതെ ഉമ്മർത്ത് പോയിട്ടിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം ഫോൺ, ഇപ്പോൾ എല്ലാവരും ഫോൺ തോണ്ടിയിട്ടാണല്ലോ അല്ലേ? അപ്പോൾ ഫോൺ നോക്കിയിട്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ സമയം പോണതറിയില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഫോണിൽ ഒരു കാര്യം നോക്കാം, യൂട്യൂബ് എടുത്ത് ഓൺ ചെയ്തിട്ട് ഒരു കാര്യം നോക്കാൻ ചിന്തിച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകൾ പോയത് അറിയുണ്ടാവില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ചായ വെച്ച് വരുമ്പോഴത്തേനും 10 മണിയാവും. ആ ചായ കുടിച്ച് വരുമ്പോഴത്തേനും ടിഫിൻ ഉണ്ടാക്കി വരുമ്പോൾ 12 മണിയാവും. പിന്നെ ഊണ് കഴിക്കുന്നത് 4 മണിക്കാവും. 4 മണിയുടെ ചായ 7:30-ക്കാവും. നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണം നല്ല വൈകും. അപ്പോൾ നമ്മുടെ ഈ ഇങ്ങനത്തെ ഒരു അലസത അല്ലെങ്കിൽ മടി ഇങ്ങനത്തെ ഒരു ശീലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യപരമായ കാര്യത്തിനും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഭക്ഷണം വൈകി കഴിക്കുന്തോറും അത് ശരീരത്തിന് നല്ലതല്ല. നമ്മൾ രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞു കാര്യങ്ങളൊക്കെ വീടൊക്കെ ഒതുക്കി കഴിഞ്ഞ് രാത്രി ഉറങ്ങാനായിട്ട് പോകില്ലേ? അപ്പം നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ റെസ്റ്റ് വേണം. എപ്പോഴും ഇങ്ങനെ ശരീരത്തിനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം ശരിയാവില്ല. അപ്പോൾ ഇന്നത്തെ തലമുറ പ്രത്യേകിച്ചും IT യുഗം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർ നല്ലപോലെ വൈകിട്ട് ഭക്ഷണം കഴിക്കുക. രാത്രി 12 മണിക്ക് 2 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് ഒരുവിധം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ.
അപ്പം അങ്ങനെയൊക്കെ കഴിക്കുന്നവരുടെ ആരോഗ്യം തീരെ ശരിയാവില്ല. നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പല അസുഖങ്ങളായിക്കോട്ടെ, ഇങ്ങനത്തെ ശീലങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഉണ്ടാവാനിടയുണ്ട് കേട്ടോ. അപ്പോൾ ആരോഗ്യപരമായ ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമ്മൾ 7:30-ക്കും 8 മണിക്കും ഉള്ളിൽ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുകയെന്ന് വെച്ചാൽ നല്ലതാണ്. അല്ല നിങ്ങളൊരു 7 മണിക്കും കഴിക്കുന്ന വ്യക്തികളാണെന്ന് വെച്ചാൽ, അപ്പോൾ ചിലവർ പറയണേക്കാം രാത്രി കടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല, വിശക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ അതൊരു മാറ്റമായി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിശപ്പൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ വിശപ്പൊന്നും ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പിന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് സ്കൂളിലേക്കൊക്കെ പോണ സമയം വെച്ചാൽ മിക്ക വീടുകളിലും നേരത്തെ എഴുന്നേറ്റ് ചോറും കറിയൊക്കെ ആവും അല്ലേ. അപ്പോൾ അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്സ് പോലെയോ അതല്ലാന്നുണ്ടെങ്കിൽ ടിഫിൻ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതോ കൊടുത്തു വിടുന്ന വ്യക്തികളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്തു വിടുമ്പോൾ അവരും ഇതുപോലെ തന്നെ അലസമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇനിയിപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാത്ത വീടുകളാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ധൃതി പിടിച്ച് നേരത്തെ എഴുന്നേറ്റില്ലെങ്കിലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ദിനകൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയൊക്കെ ഉണ്ടാക്കി ടിഫിനുള്ളത് എന്താ വെച്ചാൽ റെഡിയാക്കി, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് ആ സമയത്ത് ഇരിക്കാൻ പറ്റും. ടിഫിൻ റെഡിയാക്കി കഴിഞ്ഞ് അരി അടുപ്പത്തിട്ട് കഴിഞ്ഞ് ഇന്നൊക്കെ തെർമൽ കുക്കറിൽ ഇറക്കി വെക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ അരി തിളച്ച് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ തെർമൽ കുക്കറിൽ നമുക്ക് ഇറക്കി വെക്കണം, അരി തിളക്കണ സമയം ഉണ്ടാവും. ആ ടിഫിൻ ഒരു അടുപ്പിൽ വെച്ചു. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ആ സമയത്ത് നമ്മളൊന്നെങ്കിൽ മൊബൈൽ നോക്കുക അല്ലെങ്കിൽ പേപ്പർ വായിക്കുകയോ ഒക്കെ ചെയ്യുക. അതിനൊക്കെ സമയമുണ്ടല്ലോ അല്ലേ. അതിനുശേഷം നമ്മൾ അതേ അടുപ്പത്ത് തന്നെ സ്പീഡിൽ നമ്മൾ എന്താ കറി വെക്കുക, എന്താ ഉപ്പേരി വെക്കുക എന്ന് മുന്നേ തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ സാധിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കില്ല. സമയം ഉച്ചയായാലും നമ്മുടെ അടുക്കളയിൽ നിന്ന് നമുക്ക് ചോറും കറി ആവില്ല. ആൾക്കാരധികമൊക്കെ ഉണ്ട്, നമ്മൾ ടിഫിനൊക്കെ ഒരുപാട് ഉണ്ടാക്കേണ്ടി വരികയൊക്കെ വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വീടുകളിൽ വെച്ചാൽ ചിലപ്പോൾ ഉച്ചയ്ക്കാവും ചോറും കറിയൊക്കെ ആവാൻ കുറ്റം പറയാൻ പറ്റില്ല. അല്ലാത്ത വീടുകളിലാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ അംഗസംഖ്യ അല്ലെങ്കിൽ കൂട്ടുകുടുംബമായിട്ട് അധികം ഒന്നും ഇല്ലല്ലോ, കുറച്ച് വീടുകളൊക്കെ അങ്ങനെയൊക്കെ കാണുള്ളൂ. ഒരു കണക്കിന് നമുക്ക് തോന്നും കൂട്ടുകുടുംബം നല്ലതാണ്. കാരണം ഇതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രായമൊക്കെ ആകുമ്പോഴും അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നതൊക്കെ പ്രായം ആവണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കൂട്ടുകുടുംബം വെച്ചാൽ നമ്മൾ ഒരാൾ ഹോസ്പിറ്റലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ താളം തന്നെ തെറ്റും അല്ലേ. അപ്പോൾ കൂട്ടുകുടുംബമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ആളുണ്ടാവും. അതുപോലെ ഹോസ്പിറ്റലിലേക്കും നമുക്ക് മാറിയിരിക്കാനൊക്കെ ഒരാൾ രാത്രി ഇരിക്കുക, ഒരാൾ പകലിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റൂലേ. ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൂട്ടുകുടുംബം നല്ലതാണ് അല്ലേ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കൂട്ടുകുടുംബമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാരണം സ്വാർത്ഥത കൂടുതലാണ് എല്ലാവർക്കും. അവനവൻ്റെ കാര്യം അവനവൻ്റെ ചിന്തിക്കുന്ന ഓരോരുത്തർക്കും ഓരോ റൂം അല്ലെങ്കിൽ അവരവരുടെ വ്യക്തിപരമായ ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരാളും കൈ കടത്തുന്നത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അണുകുടുംബമായിരിക്കും നല്ലത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അതുപോലെ തന്നെ കൂട്ടുകുടുംബത്തിൽ നമ്മളിപ്പോൾ ഒരാൾ മാത്രം ചിലപ്പോൾ ഉണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം. 2-3 സഹോദരന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരും, അടുത്ത ആൾ ചിലപ്പോൾ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ മേടിക്കും, പിന്നെ ഒരാൾ ബേക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ മേടിച്ച് കൊടുക്കുന്ന ആൾക്ക് കിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ കഴിക്കുമ്പോൾ മേടിക്കുന്ന ആൾക്ക് ചിലപ്പോൾ വിചാരിക്കും ഞാൻ അങ്ങനെ കാശ് ചിലവാക്കിയിട്ട് കൊണ്ടുവരിക. സ്വാഭാവികമായിട്ടും കുറേ കഴിയുമ്പോൾ എല്ലാവർക്കും മനംമാറ്റം വരും. ഞാൻ അങ്ങനെ കാശ് ചിലവാക്കിയിട്ട് കൊണ്ടുവരിക, എനിക്കൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണ് കഴിക്കുന്നവർ കഴിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്ക് സമയം സന്ദർഭമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കഴിക്കും. അല്ലാത്തവർ നമ്മൾ അയ്യോ ഇപ്പോൾ ചോറുണ്ട് എളിഞ്ഞിപ്പോൾ കഴിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർ കഴിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കും. അങ്ങനെയൊക്കെ ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നവരും ഉണ്ട്. പിന്നെ ചില കൂട്ടുകുടുംബങ്ങളിൽ ചിലവരെന്ത് ചെയ്യും, അവനവൻ്റെ റൂമിലേക്ക് ഇങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് അച്ഛനും അമ്മയും കുട്ടികളൊക്കെ കൂടി കഴിക്കുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിലും കാണാണ്ട് കേട്ടോ. അപ്പോൾ പല രീതിയിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബത്തിൽ എല്ലാവർക്കും ഒരു ഭക്ഷണം വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ. അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ തിന്നാൻ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുക, അതൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെയല്ല, മാറ്റങ്ങളായതുകൊണ്ട്. അപ്പോൾ അണുകുടുംബമാണെങ്കിലും കൂട്ടുകുടുംബമൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതെന്തോ ആവട്ടെ, നമ്മൾ സ്വഭാവങ്ങളുടെ കാര്യമാണ് പറയണത്. അലസത കളഞ്ഞിട്ട് നമ്മൾ പണികളൊക്കെ വേഗം തീർത്തിരുന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അടുത്ത വീട്ടിൽ എന്താ സംഭവിക്കണത് അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് ആരാ വരുന്നത് ആരാ പോകണതെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ചെയ്ത് തീർക്കാനുണ്ടാവും. ഞാൻ പറഞ്ഞു വീട് ക്ലീനിങ് തന്നെ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ, അതായത് സ്കിന്ന്
നമ്മുടെ ബ്യൂട്ടി ടിപ്സോ അല്ലെങ്കിൽ ഹെയർ പാക്കുകളോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ സമയം കണ്ടെത്താനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ പണികൾ തീർത്തിട്ടിരിക്കണം. രാവിലെ നമ്മൾ ന്യൂസ് പേപ്പർ വന്ന ഉടനെ എനിക്ക് വായിച്ചേ തീരുള്ളൂ എന്ന ചിന്താഗതി നമുക്ക് വേണ്ട. നമുക്ക് പണികളൊക്കെ ഒതുങ്ങിയിട്ട് ഉച്ചയ്ക്ക് ചിലപ്പോൾ അല്പസമയം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ന്യൂസ് പേപ്പറൊക്കെ വായിക്കാം. അതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് വായിക്കാം. അതിനുശേഷം നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അത് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ ന്യൂസ് പേപ്പർ, എവിടേക്കും പോകണില്ല. അപ്പോൾ അന്നത്തെ വാർത്ത ചൂടോടെ വായിച്ചാലാണ് ചിലർക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വാർത്ത വായിച്ചിട്ടാണ് പണികൾ നോക്കുള്ളൂ വെച്ചാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ വാർത്ത വായിച്ചിട്ട് പണികൾ നോക്കണമെന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് ശേഷം സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ ചിലവരുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു പണി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണി ഇനി നമ്മൾ പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു ജോലി സ്ഥലത്താണെങ്കിലും വീടിലാണെങ്കിലും ഒക്കെ അങ്ങനെ പെരുമാറുന്നവർ അങ്ങനെ തന്നെ പെരുമാറുള്ളൂ. ഇനി പറയാം, നമ്മൾ എന്തെങ്കിലും ജോലികൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചുരുക്കം ഒരു സബോള അരിയുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തോലാണ്ട് കളഞ്ഞ് കഴുകി സബോള കഴുകി കഷ്ണങ്ങൾ ഇതാ പറയുമ്പോഴത്തേന് മരിഞ്ഞെടുക്കും അല്ലേ. ഇതിങ്ങനെ അളവ് വെച്ച് മുറിക്കുന്ന പോലെ മുറിച്ചെടുക്കുന്നവർ കണ്ടിട്ടുണ്ട്. ഒരു സബോള ആയിക്കോട്ടെ, ഒരു പച്ചമുളക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അരിയാൻ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറിലും ഇതെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ അരിയാൻ കൊടുത്ത വ്യക്തി പണിയില്ലാണ്ട് ചിറ്റിയിട്ട് നിൽക്കും. കാരണം ഇത് കിട്ടിയിട്ട് വേണം കാര്യം നോക്കാൻ. അടുക്കളയിൽ ഉപ്പേരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ണങ്ങളോ നുറുക്കാൻ കൊടുത്തോ കൂട്ടാനോ വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് കിട്ടിയിട്ട് വേണം. അപ്പോൾ ഇത് കിട്ടാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചിന്തിക്കും, ഒരാളെ ആശ്രയിക്കണൊക്കെ ഭേദം അവനോ വേഗം അങ്ങോട്ട് അരി അടുപ്പത്തിട്ടു. അപ്പോൾ നമ്മൾ പച്ചക്കറി എന്താ വെച്ചാൽ വെള്ളരിക്കോ കുമ്പളങ്ങയൊക്കെ എന്താ വെച്ചാൽ നമ്മളപ്പോൾ വേഗം തോല് കളഞ്ഞു, അതങ്ങോട്ട് കഷ്ണാക്കി പരിപ്പ് വേവിച്ചു കഷ്ണമായിരിക്കും ഇട്ടു. നമ്മുടെ പണി ഇതാ പറയുമ്പോഴത്തേനും കഴിയില്ലേ. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ അരി അടുപ്പത്തിട്ടു, പരിപ്പ് കുക്കറിലിട്ടുണ്ട്, കഷ്ണം വേറൊരാൾ അരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ, അതായത് അലസതുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് 1 മണിക്കൂർ അങ്ങോട്ട് തോല് കളയാനും അതിൻ്റെ ഇത് കളയാനും ഇരുന്ന് കഴിഞ്ഞാൽ കുരു കളയാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കഷ്ണം കിട്ടുമ്പോഴത്തേനും 1 മണിക്കൂർ അങ്ങനെ പോയാൽ സമയം വെറുതെ പോയോ, വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ സമയം പോവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും കണക്കുകളും കാര്യങ്ങളും എഴുതാനോ ഓഫീസ് കാര്യം വെച്ചാൽ ഞാൻ പറയണത് കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റി എഴുതി കഴിഞ്ഞാൽ നാളെ മേലെ അത് പിന്നെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്ത് വയ്ക്കുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തിനും ഏതിനും നമ്മുടെ മടി കളഞ്ഞാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റുള്ളൂ. കാരണം നമുക്ക് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ട് ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി മാത്രം ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല. ആ കൂട്ടത്തിൽ മറ്റുള്ളവരും കൂടി ചിന്തിച്ചാൽ തന്നെ കാര്യമുള്ളൂ. അപ്പോൾ അലസത കളഞ്ഞിട്ട് നമ്മുടെ മടി കളഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടും നീറ്റാവും, നമുക്കും ഹെൽത്തും നമുക്ക് ഓക്കെ ആവും, നമുക്കും ഒരുപാട് സമയം നമുക്ക് കിട്ടും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കിട്ടിയില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടും. അപ്പോൾ അതിന് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ചാൽ തന്നെ പറ്റുള്ളൂ അല്ലേ. വീട്ടിൽ പല അംഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ചാൽ തന്നെ പറ്റുള്ളൂ. അല്ല ഒരു വ്യക്തി ഒറ്റയ്ക്കേ ഉള്ളൂ വെച്ചാൽ ആ വ്യക്തിക്ക് ഈ ബുദ്ധിമുട്ടൊന്നുമില്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. വീട് നീറ്റാക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആ വ്യക്തി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നോക്കി ആരോഗ്യപരമായിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നും മുടിയും ഒക്കെ ശ്രദ്ധിക്കാനും ഒക്കെ സമയം കിട്ടും. അപ്പോൾ ചിലവർ പറയും ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഭേദം മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടി ജീവിക്കണൊക്കെ ഭേദം ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. കാരണം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ഉണ്ടാക്കണ്ടല്ലോ, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം കളയണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ പറയും ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ 2 ദിവസമേ അത് കഴിഞ്ഞാൽ മടുക്കൊന്നുമില്ല. കാരണം അവനവനൊരു അമ്പലത്തേക്ക് പോകണമെങ്കിലോ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ ഒക്കെ ഇഷ്ടംപോലെ സമയങ്ങളുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കാനും കാര്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാനോ നമുക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങൾ നോക്കി നമുക്ക് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. മടി കളഞ്ഞ് നമ്മൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അങ്ങനെ ജീവിക്കുന്ന ഒറ്റയ്ക്ക് എന്നല്ല ഞാൻ പറഞ്ഞത്, കൂട്ടുകുടുംബമാണെങ്കിലും എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്യുമ്പോഴാണ്. അതായത് ആർക്കും മടി ഉണ്ടാവാൻ പാടില്ല, ഒരാൾക്കാരും മടി ഉണ്ടായാൽ കഴിഞ്ഞു പിന്നെ. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ച് പോകുക. നമ്മുടെ മടി കളഞ്ഞ് അലസത കളഞ്ഞ് നമ്മൾ ജീവിച്ചാൽ തന്നെയാണ് മുന്നേറാനായിട്ടും നമുക്ക് സമാധാനമായിട്ടും അല്ലെങ്കിൽ ഒരുപാട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.